ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 53-ാമത്തെ ശ്ലോകം നോക്കാം. ശൗനക ഉവാച സാശ്ചര്യമേതത് കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. ഈ ഭാഗവത മഹാത്മ്യത്തിൻ്റെ വർണ്ണനയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശൗനക മഹർഷിക്ക് ആകെ ഒരു സന്ദേഹം. അപ്പോൾ ഇവിടെ പതുക്കെ ഇനിയും തുടങ്ങുകയാണ്. ശൗനക മഹർഷി ചോദിക്കുകയാണ്, സാശ്ചര്യമേതത് കഥിതം കഥാനകം. സാശ്ചര്യമേതത്, സാശ്ചര്യം ഏതത്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സാശ്ചര്യമേതത്. സാശ്ചര്യം അത്യാശ്ചര്യകരം തന്നെയാണ്. ഏതത് എന്ന് പറഞ്ഞാൽ ഈ കഥ, അതൊന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞത് ആ ഒരു ഇത് അത്യത്ഭുതം തന്നെയാണ്. കഥിതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത്. ഇപ്പോൾ ശ്രീ സനൽകുമാരാദി മഹർഷിമാരാൽ പറയപ്പെട്ടത് ഇപ്പോൾ ഏതൊന്നാണോ ഈ ഒരു ഭാഗവത മഹാത്മ്യം, ഭാഗവതത്തിൻ്റെ മഹത്വം, അത് അത്യാശ്ചര്യകരം തന്നെയാണ്. കഥാനകം എന്ന് പറഞ്ഞാൽ ഈ കഥ, ഇവിടെ പറയപ്പെട്ട ഈ കഥ അത്യാശ്ചര്യകരം തന്നെയാണ്. ജ്ഞാനാദി ധർമ്മങ്ങളെ വിഗണയ്യ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട്, തിരസ്കരിച്ചിട്ട്, സാമ്പ്രതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞത് വെച്ച് നോക്കിയാൽ നമ്മൾ പലതരത്തിലുള്ള യോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ജ്ഞാനയോഗം, ക്രിയായോഗം, എല്ലാം, ഭക്തിയോഗം, ഇങ്ങനെ തുടങ്ങി എല്ലാം പറഞ്ഞിട്ടും അതിനേക്കാളൊക്കെ മഹത്തരമാണ് എന്ന് പറഞ്ഞു ഈ ഭാഗവത കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം, ഈ ജ്ഞാനാദി ധർമ്മങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ പറയപ്പെട്ട ഈ ഒരു കഥയുണ്ടല്ലോ, ഇത് അത്യാശ്ചര്യകരം തന്നെയാണ്. നിശ്രേയസേ ഭാഗവതം പുരാണം. നിശ്രേയസേ അതായത് മോക്ഷത്തിനായിക്കൊണ്ട്, ഭാഗവതം പുരാണം, ഈ ഭാഗവതം എന്ന പുരാണം, ജാതം കുതോ യോഗവിദാദിസൂചകം. ജാതം എന്ന് പറഞ്ഞാൽ ജനിച്ചത്, ഉണ്ടായത്, കുതഹ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണിത് ഉണ്ടായത്, ഈ ഭാഗവത ഗ്രന്ഥം ഉണ്ടായത്. യോഗവിദാദിസൂചകം, യോഗവിദ് ആദിസൂചകം, അതായത് ഈ യോഗം, ജ്ഞാനം തുടങ്ങിയ ഇവയെല്ലാം, ഇതിനെ ആദിസൂചകം എന്ന തുടങ്ങിയവയെല്ലാം സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഈ ഭാഗവത പുരാണം. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടും പറയുകയാണ്, ഇതിനേക്കാളൊക്കെ കേമമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഇതിലെ കഥ, ഇതിലെ ഒരു ശ്ലോകമെങ്കിലും പഠിക്കാൻ കഴിയുന്നത് സുഹൃത്തികൾക്ക് മാത്രം പറ്റുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ്. അങ്ങനെയുള്ള ഈ ഭാഗവതം എന്ന ഈ ഗ്രന്ഥം, ഇതിൻ്റെ ഉൽപ്പത്തി, അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശൗനക ഉവാച സാശ്ചര്യമേതത് കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. ഇനി സൂതൻ കഥ, സൂതശൗനക സംവാദത്തിലെ സൂതൻ ഇനി കഥ ബാക്കി പറയുകയാണ്. അപ്പോൾ യഥാ കൃഷ്ണോധരാം ത്യക്ത്വാ സ്വപദം ഗന്തുമുദ്യത ഏകാദശം പരിശ്രുത്യാപ്യുദ്ധവോ വാക്യമബ്രവീത്. യഥാ എന്ന് പറഞ്ഞാൽ എപ്പോൾ, കൃഷ്ണ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ധരാം ത്യക്ത്വ, ധരാം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ, ത്യക്ത്വ ഉപേക്ഷിച്ചിട്ട്, സ്വപദം തൻ്റെ പദത്തിലേക്ക്, തൻ്റെ ധാമത്തിലേക്ക്, ഗന്തും ഉദ്യതഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗന്തുമുദ്യതഃ എന്ന് പറഞ്ഞാൽ പുറപ്പെടാനായി ഒരുങ്ങിയപ്പോൾ.
ഏകാദശം പരിശ്രുത്യാപ്യുത്ഥവോ വാക്യമബ്രവീത്. ഏകാദശം എന്ന് പറഞ്ഞാൽ ഏകാദശ സ്കന്ധം. ഈ ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലാണ് നമുക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും നേരിട്ട് തന്നെ ഉദ്ധവർക്ക് ആത്മതത്വോപദേശം ലഭിക്കുന്ന, അതായത് ഈ ഭാഗവത തത്വം എന്താണ്, ഇതിൻ്റെ ഈ സത്ത എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ആ ആത്മതത്വത്തെ ഭഗവാനിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുവാൻ ഉദ്ധവർക്ക് ഭാഗ്യം സിദ്ധിച്ചു ആ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച്. അപ്പോൾ ആ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ആ ആത്മതത്വത്തെ ഏകാദശ സ്കന്ധം പരിശ്രുത്യാപ്യുത്ഥവോ, പരിശ്രുത്യാപി എന്ന് പറഞ്ഞാൽ ഇവിടെ പരിശ്രുത്യ അപി ഉത്ഥവ, ഇങ്ങനെ 3 വാക്കുകളുണ്ട്. പരിശ്രുത്യാപി കേട്ടിട്ടും, ഉത്ഥവ ആ ഉത്ഥവര് വാക്യമബ്രവീത്, വാക്യം അബ്രവീതാണ്, വാക്യമബ്രവീത് ഇപ്രകാരം പറഞ്ഞു. അബ്രവീത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ ഇത് മുഴുവൻ കേട്ടിട്ട്, അപ്പോൾ ഈ ആത്മതത്വത്തെ മുഴുവൻ ഉപദേശിച്ചു കൊടുത്തു ഭഗവാന് ആ ഉദ്ധവർക്ക്. അത് മുഴുവൻ കേട്ടിട്ട് ഉദ്ധവര് ഇപ്രകാരം പറഞ്ഞു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യഥാ കൃഷ്ണോധരാം ത്യക്ത്വാ സ്വപദം ഗന്തുമുദ്യത ഏകാദശം പരിശ്രുത്യാപ്യുത്ഥവോ വാക്യമബ്രവീത്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗന്തുമുദ്യത അവിടെ ഒരു വിസർഗമുണ്ട്. അതുപോലെ പരിശ്രുത്യാപ്യുത്ഥവോ, പരിശ്രുത്യാപി ഉത്ഥവ ആണ്. അപ്പോൾ പരിശ്രുത്യാപ്യുത്ഥവോ അവിടെ ആ ഉകാരം ഉത്ഥവോ എന്നുള്ളിടത്ത്. അതുപോലെ വാക്യമബ്രവീത്, വാക്യം അബ്രവീതാണ്. അപ്പോൾ മായ്ക്ക് അകാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 55-ാമത്തെ ശ്ലോകം. ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിധായ ച മച്ചിത്തേ മഹതീ ചിന്ത താം ശ്രുത്വാ സുഖമാവഹം. ഉദ്ധവ ഉവാച. ഉദ്ധവർ പറഞ്ഞു, ത്വം തു യാസ്യസി ഗോവിന്ദ. ത്വം അങ്ങ്, തു ആകട്ടെ, അങ്ങാകട്ടെ, യാസ്യസി ഇവിടെ പോകുവാൻ തയ്യാറായി. അങ്ങ് ഞങ്ങളെയൊക്കെ വിട്ടു പോവുകയാണല്ലേ ഗോവിന്ദ, അല്ലയോ ഭഗവാനെ, അങ്ങ് ഞങ്ങളെയൊക്കെ വിട്ടു പോവുകയാണല്ലേ. ഭക്തകാര്യം വിധായ ച, ഭക്തകാര്യം എന്ന് പറഞ്ഞാൽ അങ്ങേ ഇവിടെ വേണ്ട വിധത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തരുടെ കാര്യത്തെ, വിധായ ച എന്ന് പറഞ്ഞാൽ അത് സാധിച്ചുവല്ല, ആ ഭക്തരുടെ കാര്യങ്ങളെല്ലാം അങ്ങ് വേണ്ട വിധത്തിലൊക്കെ ചെയ്തുവോ. മച്ചിത്തേ മഹതീ ചിന്ത, മച്ചിത്തേ എൻ്റെ മനസ്സിൽ, മഹതീ ചിന്ത വലിയ, മഹതി എന്ന് പറഞ്ഞാൽ ബൃഹത്തായത്, വലിയ ഒരു ചിന്ത. ഇവിടെ ചിന്ത എന്നുള്ളതിന് ഉത്കണ്ഠ എന്നർത്ഥം. അപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ഉത്കണ്ഠയുണ്ട്. താം ശ്രുത്വാ സുഖമാവഹ. താം എന്ന് പറഞ്ഞാൽ അതിനെ, എനിക്ക് പറയാനുള്ളതിനെ, ശ്രുത്വ കേട്ടിട്ട്, സുഖമാവഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സുഖത്തെ, മംഗളത്തെ പ്രദാനം ചെയ്താലും, ഞങ്ങൾക്ക് മംഗളത്തിന് വേണ്ടത് അങ്ങ് ചെയ്താലും. ഇവിടെ ഉദ്ധവരെന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ നല്ലൊരു ഭക്തനാണ്. ആ ഭക്തൻ തന്നെ ചോദിക്കുകയാണ്, അങ്ങയുടെ ഭക്തന്മാർക്ക് വേണ്ടതെല്ലാം അങ്ങ് ചെയ്തു കഴിഞ്ഞുവോ. എപ്പോഴും കൂടെയുണ്ടായിരുന്ന ഉദ്ധവർക്ക് പോലും ഭഗവാനോടൊപ്പം ജീവിച്ചിട്ട് ഭഗവാന്റെ ലീലകൾ ആസ്വദിച്ചിട്ട് മതിയായില്ല. അപ്പോൾ ബാക്കി ഭക്തരുടെ കാര്യമോ? അതുകൊണ്ട് ബാക്കി ഭക്തർക്ക് എന്നോണം ചോദിക്കുക, ഉദ്ധവർക്കേ മതിയായില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഭക്തർക്ക് വേണ്ടതെല്ലാം അങ്ങ് ചെയ്തു കൊടുത്തുവോ, സാധിച്ചുവോ. എൻ്റെ മനസ്സിൽ വലിയ ഉത്കണ്ഠ തോന്നുന്നുണ്ട്. ഇനി അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാണുള്ളത്? അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഉത്കണ്ഠ ഞാൻ പറയാം. അങ്ങ് അത് കേട്ടിട്ട് അതിന് വേണ്ട പരിഹാരം കണ്ടിട്ട് ഭക്തർക്ക് മംഗളത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടത് അങ്ങ് ചെയ്താലും എന്ന് ഉദ്ധവർ ഭഗവാനോട് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിധായ ച മച്ചിത്തേ മഹതീ ചിന്ത താം ശ്രുത്വാ സുഖമാവഹം. ഇത് പൊതുവെ എല്ലാം എളുപ്പമുള്ള ഒരു ശ്ലോകം തന്നെയാണ്. ഇനി അടുത്തത് 56-ാമത്തെ ശ്ലോകം. ആഗതോയം കലിർഘോരോ ഭവിഷ്യന്തി പുനഃ ഹലാ തത്സംഗേനൈവ സന്തോപി
ഗമിഷ്യന്ത്യുഗ്രതാം യഥാ. ആഗതോയം, ആഗതഃ അയമാണ് ആഗതോയം എന്ന് പറഞ്ഞാൽ ആഗതഃ ഈ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന, അയം എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ വരുന്ന കലിർഘോരോ, ഈ ഘോരമായ കലിയുഗത്തിൽ ഭവിഷ്യന്തി പുനഃ ഖലാ, ഭവിഷ്യന്തി ആയിത്തീരും എന്ത്, പുനഃ വീണ്ടും ഖലാ ദുഷ്ടന്മാർ. ഇപ്പോൾ ഭഗവാൻ അവതരിച്ച ആ സമയത്ത് ഗോകുലത്തിലെയും മധുരയിലെയും ഒക്കെ കുറേയേറെ ദുഷ്ടന്മാരെ ഇല്ലാതെയാക്കി, ദ്വാരകയിലുള്ളവരെ ഇല്ലാതെയാക്കി, അല്ലേ, എല്ലാവരെയും ഇല്ലാതെയാക്കി. എന്തിനേറെ തൻ്റെ തന്നെ കുലത്തിലെ തൻ്റെ മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ടുള്ളവർ തന്നെ പരസ്പരം തമ്മിൽ തല്ലി മരിച്ചു വീഴുമ്പോൾ, നശിക്കുമ്പോൾ ഭഗവാൻ അവരെയും അവരിലുണ്ടായ ആ പാപചിന്തകളെയും കണക്കാക്കി അവരെയും ഇല്ലാതെയാക്കിയിട്ടാണ് ഭഗവാൻ മടങ്ങിപ്പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇനിയും ഭഗവാൻ തിരികെ പോയാൽ ഇനിയും വരാൻ പോകുന്ന ഈ കലിയുഗത്തിൽ വീണ്ടും ഇവിടെ ദുഷ്ടന്മാരെ കൊണ്ട് നിറയും, വീണ്ടും ദുഷ്ടന്മാരൊക്കെ വന്നു ചേരും. അതുകൊണ്ട് തത് സംഗേന ഇവ സന്തോപി, തത്സംഗേന ഇവ, അതുകൊണ്ട് അവരുടെ സംഘം, ആ ഒരു സംഗേന ഇവ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സംസർഗം കൊണ്ട് സന്തോപി ഗമിഷ്യന്ത്യുഗ്രതാം യഥാ. സന്തോപി, സന്തഹ അപിയാണ് സന്തോപി എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ പോലും, അപി അവർ പോലും, ഗമിഷ്യന്തി ഉഗ്രതാം യഥാ, ഗമിഷ്യന്തി ഉഗ്രതാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗമിഷ്യന്തി ഉഗ്രതാം. ഗമിഷ്യന്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയായി മാറും. എങ്ങനെ? ഉഗ്രതാം, ഉഗ്രന്മാരായിട്ട്, ക്രൂരന്മാരായിട്ട് മാറും. അവരിലേക്കുമൊക്കെ ആ ഒരു ദുഷ്ടഭാവം വന്നു ചേരും. അതുകൊണ്ട് സജ്ജനങ്ങൾ പോലും ദുഷ്ടന്മാരായിട്ട് മാറും. യഥാ എന്ന് പറഞ്ഞാൽ എപ്പോൾ, അഥവാ ഇവിടെ എപ്പോഴാണോ ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരുമായിട്ടൊക്കെ സംസർഗം വരുന്നത്, ആ സമയത്ത് സജ്ജനങ്ങൾ പോലും ദുഷ്ടന്മാരായിട്ട് മാറും. നമുക്കറിയാം, 100 നല്ല ആപ്പിളിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ കേടായ ആപ്പിൾ ഇരുന്നാൽ മതി 100ഉം കേടാവാനല്ലേ. അപ്പോൾ ഇവിടെ ഈ കലിയുഗത്തിൽ സജ്ജനങ്ങളെക്കാൾ കൂടുതൽ ദുഷ്ടന്മാരായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഈ സജ്ജനങ്ങൾ എളുപ്പം തന്നെ ദുഷ്ടന്മാരായിട്ട് മാറും, അല്ലെങ്കിൽ അവരിലേക്കും ആ ദുഷ്ടഭാവം പടർന്നു കയറും. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ഇവിടെ ഈ കലിയുഗത്തിൽ ഇനിയും വരാൻ പോകുന്നത് ഇങ്ങനെയൊന്നല്ലേ? അപ്പോൾ അങ്ങ് എന്താണ് ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുക, സാധുക്കൾക്ക് വേണ്ടി ചെയ്യുക എന്നൊരു ചോദ്യമാണ്, ഒരു പരോക്ഷഭാവത്തിലുള്ള ഒരു ചോദ്യം ഇവിടെ, ആ ഒരു ആശങ്ക ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആഗതോയം കലിർഘോരോ ഭവിഷ്യന്തി പുനഃ ഖലാ തത്സംഗേനൈവ സന്തോപി ഗമിഷ്യന്ത്യുഗ്രതാം യഥാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആഗതോയം, അവിടെ ഓകാരം നീട്ടിയെടുക്കുക. പിന്നെ പുനഃ ഖലാഹ, രണ്ടിടത്തും വിസർഗമുണ്ട്. ഖലാഹ് എന്നുള്ളിടത്ത് ദീർഘവുമുണ്ട്, അതും ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്തത് സന്തോപി, അവിടെ ഓകാരം നീട്ടിയെടുക്കുക. ഗമിഷ്യന്തി ഉഗ്രതാം, ഗമിഷ്യന്തി ഉഗ്രതാമാണ്, അതുകൊണ്ട് ഉകാരം അവിടെ ശ്രദ്ധിച്ച് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 57ാമത്തെ ശ്ലോകമാണ്. തഥാ ഭാരവതി ഭൂമിർഗോരൂപേയം കമാശ്രയേത് അന്യോ ന ദൃശ്യതേ ത്രാതാത്വത്തഃ കമലലോചന. തഥാ ഭാരവതി, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ഭാരവതി ഭാരമേറിയവളാവും. ആര്? ഭൂമിർ, ഭൂമിർഗോരൂപേയം, ഭൂമിഹി ഗോരൂപഃ ഇയം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭൂമിർഗോരൂപേയം എന്ന് പറഞ്ഞാൽ ഗോരൂപയായിട്ടുള്ള ഇയം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിദേവി ഭാരമേറിയവളായി മാറും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഗോരൂപിയായിട്ടുള്ള, ഗോവിൻ്റെ രൂപം ധരിച്ചവളായിട്ടുള്ള ഈ ഭൂമിദേവിക്ക് ഭാരമേറിയേറി വരും. ആ സമയത്ത് കമാശ്രയേത്, കം ആശ്രയേതാണ് കമാശ്രയേത്, ആരെ ആശ്രയിക്കും?
കാരണം മുൻപൊക്കെ ഭൂമിദേവിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഭഗവാനെ അങ്ങയാണ് ആശ്രയിച്ചിട്ടുള്ളത്. അങ്ങയുടെ പ്രിയപ്പെട്ടവളായിട്ടുള്ള ഭൂമിദേവിക്ക് അങ്ങെന്നും തുണയായിട്ടുമുണ്ടായിരുന്നു. ഇന്ന് അങ്ങ് ഈ ഭൂമി വിട്ടു പോയാൽ ആരാണ് ഭൂമിദേവിക്ക് ആശ്രയമായിട്ടുള്ളത്? അന്യോ ന ദൃശ്യതേത്രാത. അന്യോ എന്ന് പറഞ്ഞാൽ അന്യനായ, ന ദൃശ്യതയെ കാണുന്നില്ല, മറ്റാരെയും കാണുന്നില്ല. എന്ത്? ത്രാത രക്ഷിതാവായിട്ട്. ത്വത്ത കമലലോചന. ത്വത്ത എന്ന് പറഞ്ഞാൽ അങ്ങയിൽ നിന്ന് അന്യനായിട്ട് മറ്റാരെയും കാണുന്നില്ല ഇവിടെ. ഭഗവാനെ കമലലോചന, അല്ലയോ ഗുരുവായൂരപ്പ, ഈ ഭൂമിക്ക് രക്ഷകനായിട്ട് അങ്ങല്ലാതെ മറ്റാരെയും കാണുന്നില്ല. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തഥാ ഭാരവതി ഭൂമിർഗോരൂപേയം കമാശ്രയേത് അന്യോ ന ദൃശ്യതേ ത്രാതാ ത്വത്തഃ കമലലോചന. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭൂമിർഗോരൂപേയം, അവിടെ ഗ കൂട്ടക്ഷരമാണ്. അതുപോലെ കമാശ്രയേത്, കം ആശ്രയേതാണ്, അതുകൊണ്ട് അകാരം നീട്ടിയെടുക്കുക. അതേപോലെ മായ്ക്ക് അകാരം കൊടുക്കാൻ മറക്കണ്ട. പിന്നെ ത്വത്തഃ, അവിടെ ഒരു വിസർഗമുണ്ട്, അതും പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി 58-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.